പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ജീവിതം ഭയങ്കര പോരാട്ടമായിരിക്കുന്നു, കണ്ണുനീരായിരിക്കുന്നു എന്ന് ദുഃഖിക്കുകയാണോ? കരയാതിരിക്കുന്നത് ആരാണ്? വളരെ ചുരുക്കം പേരേയുള്ളൂ. എന്ത് സംഭവിച്ചാലും അവർ കരയില്ല. മിക്കവാറും എല്ലാവരുടെയും ജീവിതത്തിലും കണ്ണുനീരിന്റെ പാതയും കണ്ണുനീരിന്റെ താഴ്വരയും ഉണ്ടാകും. യേശുക്രിസ്തുവും കണ്ണുനീരൊഴുക്കി മറ്റുള്ളവർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് യേശു കരഞ്ഞത് എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ചില സമയത്ത് മറ്റുള്ളവർ കാരണം നമ്മുടെ മനസ്സിൽ ബാധിപ്പുണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീര് വരും. വാക്കുകൾ വരില്ല, വെറും കണ്ണുനീരേ വരൂ. ചിലര് രാത്രി തലയണയെ കണ്ണുനീരുകൊണ്ട് നനയ്ക്കുന്നതാണ്. ആരോടും അത് പറയാനാവില്ല. ഭാര്യയോട് പറയാനാവില്ല, അല്ലെങ്കിൽ ഭർത്താവിനോട് പറയാൻ സാധിക്കുകയില്ല. മറ്റാരോടെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നമാകും. അതിനാൽ തലയിണയിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ടേയിരിക്കും. ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം ആരും അറിയാതെ അവർ കരഞ്ഞുകൊണ്ടിരിക്കും. ചിലരെ കണ്ടിട്ടില്ലേ, ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരിക്കും. ഏതോ ഒരു പ്രശ്നം കുടുംബത്തിൽ, അതാരും തന്നെ ശ്രദ്ധിക്കാതെയിരിക്കും, പക്ഷേ അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ കുട്ടികളും യുവാക്കളും മുതിർന്നവരും എല്ലാവരും കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ കടന്നു പോകും. ഈ കണ്ണുനീരെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? അതായത് രണ്ട് സ്ഥലങ്ങളിലേക്ക് പോകും. അതായത് നാം സ്വയം ചിന്തിച്ച് സഹതാപത്തോടുകൂടി കരഞ്ഞുകൊണ്ടിരുന്നാൽ കണ്ണുനീര് പാഴാകും, അത്രയേയുള്ളൂ. പക്ഷേ ദൈവസന്നിധിയിൽ യേശുവേ എന്ന് കണ്ണുനീരൊഴുക്കിയാൽ ആ കണ്ണുനീർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ 56-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ ദൈവമേ? എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ വെക്കണമേ, അത് നിന്റെ കണക്കിലുണ്ടല്ലോ. ദൈവസന്നിധിയിൽ ചെന്ന് ഒരാൾ യേശുവേ എന്ന് കണ്ണുനീരൊഴുക്കി കരയുമ്പോൾ ആ കണ്ണുനീർ ദൈവം ഒരു ബോട്ടിലിൽ ശേഖരിച്ച് വെക്കുന്നു. അതിനെ തുരുത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിൽ ദൈവത്തിന്റെ മുന്നിൽ നിങ്ങളുടെ കണ്ണുനീർ ശേഖരിച്ചു വെക്കുന്നു. നിങ്ങളുടെ കണ്ണുനീർ ദൈവം വിലമതിപ്പുള്ളതായി കാണുന്നു. ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ കരയുന്ന കണ്ണുനീർ, അത് ദൈവത്തിന്റെ മനസ്സിനെ ഉലയ്ക്കുന്ന കണ്ണുനീരാണ്. ദൈവത്തിന്റെ ഹൃദയം തകർന്നു പോകും. മാർത്തയും മറിയയും കരഞ്ഞു. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ ആ വേദന സഹിക്കാൻ കഴിഞ്ഞില്ല, കണ്ണുനീരൊഴുക്കി. ഗുരു, നീ ഉണ്ടായിരുന്നെങ്കിൽ. ആ കണ്ണുനീര് കണ്ടു നിൽക്കാൻ യേശുവിന് സാധിച്ചില്ല. യേശു അല്പസമയത്തിനുള്ളിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നു. ലാസറിനെ ജീവനോടെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അതിനാണ് വന്നിരിക്കുന്നത്. എന്നാലും മാർത്തയും മറിയയും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ സങ്കടപ്പെട്ടു, കണ്ണുനീരൊഴുക്കി. യേശു കണ്ണുനീരൊഴുക്കി. മനുഷ്യർക്ക് വേണ്ടി കരഞ്ഞ ഒരേയൊരു ദൈവം യേശുക്രിസ്തു മാത്രമാണ്. ഇന്ന് മനുഷ്യരുടെ കണ്ണുനീർ കണ്ട് സഹതപിച്ച് സഹായിക്കുന്ന ദൈവം യേശുക്രിസ്തുവാണ്. നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ കണ്ണിൽ കണ്ണുനീര് വരുന്നില്ല, പക്ഷേ ഹൃദയത്തിൽ കരയുന്നു. മുറിവ്, ഒരു വേദന, പുറത്തു പറയാനാകാത്ത ഭാരം. യേശു നോക്കുന്നു, എന്റെ മകനെ, എന്റെ മകളെ, നിന്റെ കണ്ണുനീരിന്റെ കണക്ക് എന്റെ അടുത്തുണ്ട്, തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. ഇനി നീ കരയരുത്. നിന്റെ കണ്ണുനീര് തുടയ്ക്കാനായി ഞാൻ അത്ഭുതം ചെയ്യുമെന്ന് ദൈവം നിങ്ങളോട് പറയുന്നു. മാർത്തയും മറിയയും കരഞ്ഞു. ആ കണ്ണുനീര് തുടയ്ക്കാനായി ഒരു വലിയ അത്ഭുതം ചെയ്തു. മരിച്ചടക്കം ചെയ്ത് 4 ദിവസത്തിന് ശേഷം അവരുടെ സഹോദരനെ ജീവനോടെ തിരിച്ചു കൊടുത്തു. നിങ്ങൾ എന്ത് ചെയ്താലാണ് കരയാതിരിക്കുക? ആ കാര്യം യേശു നിങ്ങൾക്ക് ചെയ്യും. ആ കാര്യം നിങ്ങൾക്ക് ചെയ്യും. നിങ്ങളുടെ കണ്ണുനീർ യേശുവിന് വിലമതിപ്പുള്ള ഒന്നായതുകൊണ്ടാണ് തുരുത്തിയിൽ ശേഖരിച്ചു വെക്കുന്നത്. ദൈവമേ, എന്റെ കണ്ണുനീരും ശേഖരിച്ചു വെച്ച് ഉത്തരം നൽകുന്ന ദൈവമാണങ്ങ്. ദൈവമേ, അങ്ങയുടെ പാദത്തിൽ ഞാൻ കണ്ണുനീരോടെ നിൽക്കുന്നു. ആ കണ്ണുനീരിന് അങ്ങ് ഉത്തരം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മകനും ഈ മകളും അവരുടെ കണ്ണുനീരിന് അങ്ങ് അത്ഭുതം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കണമേ. ഇന്ന് തന്നെ ഒരു അത്ഭുതം കാണുമാറാക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.